ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജയം വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ചേനത്തണ്ട് വെച്ചൊരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് അധികം തണ്ടുള്ളതെന്ന് ഒരെണ്ണം നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഇല എല്ലാം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇല കണ്ടിച്ച് മുറിച്ച് കളയാം കേട്ടോ. ബാക്കിയെല്ലാം ചീകി ഇതിൻ്റെ തൊലി ഇങ്ങനെ മാറ്റിക്കളയും. തൊലിയെല്ലാം ഇങ്ങനെ മാറ്റിക്കളഞ്ഞിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. പണ്ട് മഴക്കാലത്തൊക്കെ ഇത് ഉണക്കമീനൊക്കെ ഇട്ട് കറി വയ്ക്കായിരുന്നു. പിന്നെ ചെറുപയറിട്ട് തോരൻ വയ്ക്കും. ഞാൻ ശരിക്കും വൃത്തിയായിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ടോ. കഴുകിയതാണ്. ശരിക്ക് കുരുകുരുന്ന് ഒരുപാട് ചെറുതാക്കണ്ട, ലേശം വലിപ്പത്തിൽ. ചേനത്തണ്ട് ഞാൻ വൃത്തിയായിട്ട് കഴുകി വാരി അരിഞ്ഞ് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ, പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില, പിന്നെ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് താളിടാൻ, ചേനത്തണ്ട് ഇടാൻ. പാത്രം ചൂടായി, എണ്ണയും ചൂടായിട്ടോ. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ സവാള, ഇതൊന്ന് വരണ്ട് വരാനായിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം. സവാള ഇതൊന്ന് വാടത്തെ കേട്ടോ. തേങ്ങ ഒന്ന് കറക്കി ഒതുക്കിയാൽ മതി. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടെ ഒന്ന് കറക്കിയാൽ മതി. കൂടുതൽ അരയണ്ട കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കാരണം ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവും. ഒരുപാടിൻ്റെ ആവശ്യമില്ല. ഇതിന് ഒരുപാട് മുളകിൻ്റെ ആവശ്യമില്ല, കാരണം താള് പെട്ടെന്ന് മുളക് പിടിക്കണതാണ്. അപ്പോൾ എരിവ് അധികം, ഒത്തിരി എരിവ് വേണ്ട. തേങ്ങയും വേപ്പിലയും ഇട്ട് നമുക്ക് പൊത്തി വെച്ച് പെട്ടെന്ന് വേവുന്ന സാധനമാണ്. തേങ്ങയൊക്കെ കിടന്ന് അതിനകത്ത് കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ലേശം. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം വരുന്നത് നമുക്ക് കാണാം, കണ്ടോ? വെള്ളം ഉണ്ടാവും. ഉണക്കമീനിട്ട് വയ്ക്കുമ്പോൾ ഉണക്കിയ അയില, ഉണക്കച്ചെമ്മീൻ ഒക്കെ ഇട്ട് തേങ്ങ അരച്ച് കടു പൊട്ടിച്ച് വെച്ച കറി സൂപ്പറാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുടപ്പുളിയോ ഏത് പുളിയാണെങ്കിലും പുളി വേണം. അങ്ങനെ ചെയ്യുമ്പോൾ പുളി ഇടണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒലത്തിയെടുക്കുമ്പോഴേ. ഇപ്പം എന്തായിരുന്നു കറി, എന്തായിരുന്നു നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം. കണ്ടോ? അപ്പം ഇതിനകത്ത് വെള്ളം കണ്ടോ? ഇത് വെള്ളം ഇറങ്ങി വരും. നമുക്കിനി തീ കൂട്ടി വയ്ക്കാം. ആ തേങ്ങയുടെയും പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളിയുടെ ഒക്കെ മണം. അപ്പം നമ്മുടെ കറി റെഡിയായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.